നമസ്കാരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതിരൂപതയിൽ ഇടവക വികാരിയായി സേവനം ചെയ്യുന്ന മലയാളി വൈദികൻ ഫാദർ ജോൺസൺ കളമ്പാട്ടുകുടി CRSP ആണ് ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ ചേരുന്നത്. കഴിഞ്ഞ 8 വർഷമായി അർജൻറ്റീനയിലെ ബ്യൂണസ് ഐറസ് അതിരൂപതയിൽ ഇടവക വികാരിയായി സേവനം ചെയ്യുന്ന അച്ഛൻ പെരുമ്പാവൂർ ഐമുറി ഇടവക അംഗമാണ്. അച്ഛനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ, സ്വാഗതം. അച്ഛാ, നമ്മുടെ ഭാരതത്തിൽ ഇവിടെ മലയാളികൾക്കായാലും വളരെ ചുരുക്കം കിട്ടാവുന്ന ഒരു ഭാഗ്യമാണ്. ചുരുക്കം ചിലവർക്ക് വിരലിൽ എണ്ണാവുന്നവരാണ് ഇപ്പോഴും ഉള്ളൂ, 1-2 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതിരൂപതയായ ബ്യൂണസ് ഐറസിൽ ഇടവക വികാരിയായി സേവനം ചെയ്യുന്നു, അതും കഴിഞ്ഞ 8 വർഷമായിട്ട്. എങ്ങനെയാണ് അച്ഛാ ഈ ഒരു ഇതിലേക്ക്, ഇവിടേക്ക്, ഈ ഒരു അതിരൂപതയിലേക്കും ഈ ഒരു ഇടവക വികാരി എന്ന നിലയിലേക്ക് അച്ഛൻ എത്തിയത്? എന്നെ സംബന്ധിച്ച് മാർപ്പാപ്പയുടെ അതിരൂപതയിൽ സേവനം ചെയ്യുക എന്ന് വളരെ സന്തോഷം തോന്നുന്ന ഒന്നാണ്. എൻ്റെ അധികാരികൾ എന്നോട് ചോദിച്ചു, അർജൻറ്റീനയിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എസ് മൂളി. എനിക്കൊന്നും ലാറ്റിൻ അമേരിക്കയെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു, അർജൻറ്റീനയെക്കുറിച്ച്. പക്ഷേ ഞാൻ അങ്ങ് പോയപ്പോൾ എനിക്ക് ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഭാഷ അറിയത്തില്ലായിരുന്നു, കൾച്ചറൊക്കെ നമ്മളിൽ ഒത്തിരി വ്യത്യാസമാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ സ്നേഹവും അവരുടെ നമ്മോടുള്ള ഒരു വിശ്വാസത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവരുടെ കൂടെ ആയിരിക്കാൻ ഞാൻ ഇപ്പോഴും ഒത്തിരി ആഗ്രഹിക്കുന്നു. കാരണം അവരെ എന്നെ കാണുന്ന ഒരു സ്വന്തം മോനെ പോലെയും ഒരു സഹോദരനെ പോലെയാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ സേവനമനുഷ്ഠിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. നമ്മുടെ അച്ഛന്മാർക്ക് ഒത്തിരി സാധ്യതകളുള്ള ഒരു മേഖലയാണ് അർജൻറ്റീന മിഷൻ പ്രവർത്തനത്തിന്. നിലവിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് 2 പേര്, അച്ഛനും പിന്നെ വേറൊരു അച്ഛനും കൂടി ഉള്ളൂ അല്ലേ? കേരളത്തിൽ നിന്ന് ഞാൻ നിൽക്കുന്ന ബൊനസ് ഐറസ് രൂപതയിൽ 2 അച്ഛന്മാരുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ള രൂപതകളിലായിട്ട് CMI അച്ഛന്മാർ 5 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഒരു SVD അച്ഛനുണ്ട്. പിന്നെ വേറെ 2 കോൺഗ്രിഗേഷണൽ അച്ഛന്മാരുണ്ട് വേറെ രൂപതകളിലായി. വേറെ രൂപത എന്തെങ്കിലും മാർപ്പാപ്പയുടെ രൂപതയിൽ ഞങ്ങൾ 2 അച്ഛന്മാരാണ് മലയാളികളായിട്ടുള്ളൂ. ഇന്ത്യയിൽ തന്നെ 2 പേരുള്ളൂ. ഇന്ത്യയിൽ തന്നെ അല്ലേ? ഇപ്പോൾ ഞാൻ അച്ഛൻ ആദ്യം പരിചയപ്പെടുത്തിയപ്പോൾ അച്ഛൻ്റെ കോൺഗ്രിഗേഷൻ CRSP എന്ന് പറഞ്ഞു. ആ കോൺഗ്രിഗേഷനെ കുറിച്ചൊന്നും അധികം കേട്ടിട്ടില്ല മലയാളികൾ. കോൺഗ്രിഗേഷൻ്റെ പേര് ദ ക്ലെറിക്സ് റെഗുലർ ഓഫ് സെൻറ്റ് പോൾ ബെർണാബറ്റ്സ് ഫാദേഴ്സ്. 1537 ഇറ്റലിയിൽ ക്രെമോണ എന്ന സ്ഥലത്താണ് സ്ഥാപിച്ചത്. ഞങ്ങളുടെ വിശുദ്ധൻ്റെ പേര് വിശുദ്ധ അന്തോണി മരിയ സക്രിയ. ഒത്തിരി രാജ്യങ്ങളിൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഞങ്ങളുടെ അച്ഛന്മാർ. ഇന്ത്യയിൽ തുടങ്ങിയത് 2007 സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ വഴിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അച്ഛനായിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വൈദികനായത്. അതെങ്ങനെയായിരുന്നു? ഞാൻ ഇവിടെ നാട്ടിൽ കുറച്ച് നാൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ റോമിൽ എനിക്കൊരു സാഹചര്യം കിട്ടി പഠിക്കാൻ പോകാൻ. പഠിച്ചു. അവിടെ അച്ഛനായി. എൻ്റെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു. റോമിൽ വെച്ചാണ് അച്ഛനായത്. അത് കഴിഞ്ഞ് 1.5 വർഷം അവിടെ ജോലി ചെയ്തു. ഇറ്റലിയിലെ കോൺഗ്രിഗേഷനാണ്. ഇറ്റാലിയൻ കോൺഗ്രിഗേഷൻ. ഓക്കെ. അപ്പോൾ റോമിൽ വെച്ച് പഠിച്ചു. അങ്ങനെ അവിടെ റോമിൽ വെച്ച് തന്നെ പട്ടം കിട്ടി. അത് കഴിഞ്ഞ് 1.5 വർഷം ഞാൻ ജോലി ചെയ്തു. എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ നിന്ന് ആദ്യ വൈദികൻ ഒരു കോൺഗ്രിഗേഷനിൽ വരുന്നു? ഈ കോൺഗ്രിഗേഷനിലോട്ട് പലരും ചേരാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ പലർക്കും വിസ കിട്ടിയില്ല പോകാനായിട്ട്. പക്ഷേ എനിക്ക് എന്തോ ദൈവാധീനം കൊണ്ട് വിസ കിട്ടി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, പഠിച്ചു, അച്ഛനായി. 2 വർഷം അതിനുശേഷം അവിടെ വർക്ക് ചെയ്തു. 1.5 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അധികാരികൾ പറഞ്ഞു ഇന്ത്യയിൽ തുടങ്ങാനായിട്ട് സഹായിക്കാൻ വേണ്ടി എന്നോട്. കാരണം ഒരു ഇന്ത്യക്കാരനുണ്ടെങ്കിൽ എളുപ്പമാണല്ലോ. അങ്ങനെ ഒരു ഇറ്റാലിയൻ അച്ഛനും ഞാനും കൂടി ഇന്ത്യയിൽ വന്ന് സ്റ്റാർട്ട് ചെയ്തു ബാംഗ്ലൂർ. അച്ഛനാണ് ആദ്യമായിട്ട് ഈ കോൺഗ്രിഗേഷന് വേണ്ടി ഇന്ത്യയിൽ ഒരു ഹൗസ് സ്റ്റാർട്ട് ചെയ്യണം. അത് ബാംഗ്ലൂർ. ഞാനും വേറെ ഇറ്റാലിയൻ അച്ഛൻ. എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രവർത്തനം? അത് ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട്. ഞങ്ങൾ വാടകയ്ക്കൊക്കെ താമസിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് സ്റ്റുഡൻസിനൊക്കെ എടുത്തു. ഫോർമേഷൻ ഹൗസായിട്ട് തുടങ്ങി. ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. 12 അച്ഛന്മാരുണ്ട് മൊത്തത്തിൽ. ഞങ്ങൾ ഇന്ത്യക്കാർ 10 മലയാളീസും 2 നോൺ മലയാളീസും. പക്ഷെ നന്നായിട്ട് പോകുന്നു എല്ലാവരും. സ്റ്റുഡൻസ് ഉണ്ട്, സെമിനാരിക്കാർ ബാംഗ്ലൂർ. തുടക്കത്തിലാണെങ്കിലും അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ ഒത്തിരി കുഴപ്പമില്ലാതെ പോകുന്നു. കോൺഗ്രിഗേഷൻ അല്ലേ?
എന്തായാലും നമുക്ക് ഈ ബ്യൂണസ് അയറസ് അതിരൂപതയിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതിരൂപതയിലെ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. അർജൻറ്റീനയിൽ അവിടുത്തെ അജപാന ശുശ്രൂഷയൊക്കെ ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് അച്ഛനെക്കുറിച്ച്, അച്ഛൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച്, എങ്ങനെയാണ് അച്ഛൻ ഈ ദൈവവിളി വന്നത്? ദൈവവിളി വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെറുപ്പത്തിൽ പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ അച്ഛന്മാരൊക്കെ കാണുമ്പോൾ നമുക്ക് ആഗ്രഹമല്ലേ, ഒരു വൈദികനാകണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. ഞാനൊരു ഒറ്റ പ്രാവശ്യം പോലും ഞാൻ അൾത്താര ശുശ്രൂഷയിലൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ CLC പോലെ ചെറിയ ഗ്രൂപ്പിലൊക്കെ പെട്ടിട്ട് ഞാൻ അംഗമായിരുന്നു. അങ്ങനെ നമുക്കൊരു ആഗ്രഹം തോന്നി വൈദികനാകാൻ. അങ്ങനെ ആ ഒരു നമുക്കിടെ മനസ്സിൽ തോന്നുന്നതാണല്ലോ. നമ്മൾ ചെറുപ്പത്തിലെ പറയാമല്ലോ, പിള്ളേരോട് ചോദിച്ചാൽ എന്താകണം, ചിലപ്പോൾ വൈദികനാണെന്നൊക്കെ പറയും. അങ്ങനെ ഒരു ആഗ്രഹം തോന്നി നമ്മൾ ചേർന്നതാണ് സഭയിൽ അച്ഛനാകാൻ വേണ്ടി. അങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ട് അച്ഛൻ്റെ? ഞങ്ങൾ, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും, എനിക്ക് ഞങ്ങൾ 6 മക്കളാണ്. 5 സഹോദരനും 1 സഹോദരിയും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ഈ ഇങ്ങനെ മാർപ്പാപ്പയുടെ അതിരൂപതയിലാണ് വികാരിയായിട്ട് സേവനം ചെയ്യുന്നത് പറയുമ്പോൾ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ ഉള്ളൊരു ആളുകൾക്ക് ഇത് പറയുമ്പോൾ ആളുകൾക്ക് സന്തോഷമുണ്ട്. കാരണം മാർപ്പാപ്പയുടെ അതിരൂപതയിലാണെന്ന് പറയുമ്പോൾ ആളുകൾക്ക് സന്തോഷം. പിന്നെ അർജൻറ്റീന എന്ന് പറയുമ്പോൾ ഈ ഫുട്ബോളും അങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പോൾ മലയാളികൾക്ക് പ്രത്യേക ഒരു ആത്മബന്ധമുള്ള രാജ്യം കൂടിയാണ് അല്ലേ അർജൻറ്റീന എന്ന് പറഞ്ഞാൽ. മെസ്സി എന്നൊക്കെ ആളുകൾക്ക് സന്തോഷമാണ്. ഞാൻ എൻ്റെ ഇടവകയിൽ ആളുകൾ പറയും, ആളുകൾ ചോദിക്കും ഓരോ കാര്യങ്ങൾ. അപ്പോൾ ആളുകൾക്ക് സന്തോഷമാണ്. ഇത്രയും ദൂരം, അർജൻറ്റീന ഒത്തിരി ദൂരം ആണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യുമ്പോൾ, പക്ഷെ ഞാനവിടെ വർക്ക് ചെയ്യാൻ കാരണം എനിക്ക് ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്. ജനങ്ങൾ നമ്മളെ സ്വന്തം മോനെ പോലെ കാണും, സ്വന്തം സഹോദരനെ പോലെ കാണും. അതാണല്ലോ നമ്മൾ എവിടെ ചെന്നാലും പിന്നെ അവരുമായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. ഈ അച്ഛനിപ്പോൾ ഇവിടെ നിന്നാണ് അച്ഛൻ നമ്മളൊരു ഇന്ത്യൻ ഒരു അതായത് കാത്തലിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു സഭയുടെ ഒരു പ്രവർത്തനങ്ങൾ, ഭാരതീയ കത്തോലിക്ക സഭയുടെ ആ ഒരു ചട്ടക്കൂടിൽ നിന്നാണ് അച്ഛൻ ഇങ്ങനെ റോമിലേക്കും, അത് കഴിഞ്ഞപ്പോൾ അതിനുശേഷം അച്ഛൻ ആഫ്രിക്കയിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ അർജൻറ്റീനയിൽ നിൽക്കുന്നു. ഇപ്പോൾ അർജൻറ്റീനൽ സഭയിൽ അച്ഛൻ അവിടെ ഒരു വികാരിയായി അവിടുത്തെ അതിരൂപതയിൽ സേവനം ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ ഈ ഒരു സഭയുടെ പ്രവർത്തനങ്ങളും അവിടുത്തെ സഭാ പ്രവർത്തനം തമ്മിലൊന്ന് എങ്ങനെയാണ് അച്ഛൻ അതിനെ കാണുന്നത്? നമ്മുടെ കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള അജപാലനവും അവിടുത്തെ അജപാലനവും ഒത്തിരി വ്യത്യാസമുണ്ട്. അവിടെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷേ പള്ളിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്ന ആളുകൾ കുറവാണ്. നോർത്ത് അർജൻറ്റീനയിൽ നല്ല രീതിയിൽ ആൾക്കാർ പള്ളിയിൽ പോകും. സൗത്ത് അർജൻറ്റീന, സെൻട്രൽ ബൊനസ് ഐറസിലൊന്നും അങ്ങനെ അധികം ആൾക്കാർ പള്ളിയിൽ പോവില്ല. പക്ഷേ അവർക്ക് വിശ്വാസമുണ്ട്. പള്ളികളിൽ പോകുമ്പോൾ പള്ളി തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോയി 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകും. അങ്ങനെയുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഞായറാഴ്ച എന്ന് വെച്ചാൽ എല്ലാവരും പള്ളിയിൽ പോകും. അതൊരു കൾച്ചറാണ് നമ്മുടെ. അവരെ സംബന്ധിച്ച് അങ്ങനെ സഭയുടെ ഒരു നിയമമുണ്ട്, സഭയുടെ കൽപ്പനകളിൽ ഒന്നാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ അവർക്കറിയാം, പക്ഷെ അവരങ്ങനെ പോകുന്നില്ല. അവരെ സംബന്ധിച്ച് വിശ്വാസമുണ്ട്, പക്ഷേ ഞായറാഴ്ച കടവുള്ള ദിവസമാണെന്ന് അവർക്ക് അറിയാമെങ്കിലും ചിലപ്പോൾ അവർ പോകണമെന്നില്ല. അത് എന്തുകൊണ്ടാണ്? എനിക്ക് കൂടുതലും ക്രൈസ്തവരുള്ള കത്തോലിക്ക രാജ്യമാണ്. പക്ഷേ അവരുടെ കൾച്ചർ അങ്ങനെയാണ്. ഇപ്പോൾ മോഡേൺ അവർ അവിടെയുള്ള ജനങ്ങൾ ഒരു പരിധിവരെ വന്നിട്ടുള്ളത് ഈ യൂറോപ്യൻ കൾച്ചറിൽ നിന്നാണ്. ഇറ്റലി, സ്പെയിൻ, ജർമ്മനി ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ കുടിയേറി പാർത്തവരെ 2ാം ലോകമഹായുദ്ധ കാലത്ത്. അപ്പോൾ അവിടുത്തെ ആ കൾച്ചറൊക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങനെ. പക്ഷേ വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ വിശ്വാസമുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം മാതാവിനോടാണ്. മരിയൻ ഭക്തി ഭയങ്കരമാണ്. മരിയൻ ഭക്തി ഭയങ്കരമാണ്. മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലൊക്കെ അവർ പോയി നടന്ന് 60-70 കിലോമീറ്ററൊക്കെ നടന്ന് അവർ പോയി, അല്ലെങ്കിൽ 3 ദിവസം 4 ദിവസം നടന്നൊക്കെ അവരങ്ങനെയുള്ള ഇതുണ്ട്. പക്ഷെ നമ്മുടെ ഇതും കേരളത്തിലുള്ള അജപാലനോ അവിടുത്തെ അജപാലനോ തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. സ്ട്രക്ചറൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് ഞായറാഴ്ച സൺഡേ ക്ലാസ്സൊക്കെ ഉണ്ട്. അവിടെ സൺഡേ ക്ലാസ് ഞായറാഴ്ച ഒന്നും ഇല്ല. അവിടെ വെച്ചാൽ ആരും വരത്തില്ല. പിള്ളേർക്ക് എങ്ങനെയാ വിശ്വാസമൊക്കെ പകർന്നു കൊടുക്കും? പിള്ളേർക്ക് അവിടെ ആദ്യ കുർബാന സ്വീകരണം 2 വർഷത്തെ കോഴ്സ്, സ്ഥൈര്യലേപനം 2 വർഷത്തെ കോഴ്സ്. ഇത് അവർ ചിലപ്പോൾ ഇടവസങ്ങളിലായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. ചിലപ്പോൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച, അത് ഡിപ്പെൻസ്. അപ്പോൾ ശനിയാഴ്ച, ഞങ്ങളുടെ അവിടെ ശനിയാഴ്ച, എൻ്റെ പള്ളിയിൽ ശനിയാഴ്ച. പിന്നെ സ്കൂളുകളിലുണ്ട്. ഇപ്പോൾ കാത്തലിക് സ്കൂളുകൾ, എല്ലാ കാത്തലിക് സ്കൂളുകളിലും കാറ്റീസം ഉണ്ട്. അത് റെഗുലർ സബ്ജക്റ്റായിട്ട് പഠിപ്പിക്കും. അപ്പോൾ ആ പിള്ളേർക്ക്, അവിടെയുള്ള പിള്ളേർ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അതൊരു നല്ലതാണ്. കാരണം വെച്ചാൽ ഇപ്പം നമുക്ക് ഇവിടെയെങ്കിലും കാറ്റീസം സൺഡേകളിൽ അതും 1 മണിക്കൂറാണ് കിട്ടുന്നത്. ഇതാകുമ്പോൾ ഡെയിലി അവർക്ക്.
കാറ്റീസ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് അവർ ആ കാറ്റിസം പഠിപ്പിക്കുന്ന അവർ അതിർവാന സ്വീകരണത്തിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഒരു അതും അപ്പോൾ ഈ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിലാണോ ആദ്യ കുർബാന സ്വീകരണത്തിന്? നമ്മുടെ പള്ളിയായിട്ട് ചേർന്നല്ലേ, പള്ളിയായിട്ട് ചേർന്നാണ്. അല്ല, ഞാൻ പറഞ്ഞ ഈ ആ ഒരു അതിരൂപത അല്ലെങ്കിൽ അർജന്റീനയിൽ മൊത്തം ആ ഒരു സ്കൂള് കാത്തലിക് സ്കൂളുകളിൽ മാത്രമേ ഉള്ളൂ, എല്ലാ സ്കൂളുകളിലും മാത്രം കാത്തലിക് സ്കൂളുകളിലുള്ളൂ. അതായത് ഗവൺമെന്റ് സ്കൂളുകളാണോ മറ്റൊന്നുള്ളത്? മറ്റു ഗവൺമെന്റ് സ്കൂളുകൾ അവിടെ ഒന്നും ഉണ്ടാവില്ല, കാറ്റീസ് ഇല്ല, അങ്ങനെ പഠിപ്പിക്കില്ല. അവിടെ പഠിക്കുന്ന കുട്ടികൾ പള്ളികളിൽ കാറ്റീസത്തിന് പോകും, പള്ളികളിൽ കാറ്റീസിന് പോകണം, അങ്ങനെ രീതിയിലല്ലേ പോകും. അവർക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അത്. കുർബാന സ്വീകരണത്തിന് മുമ്പ് 2 വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, നിർബന്ധമാണ് അത്. ഈ മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് അതിരൂപതയിൽ ബന്ധപ്പെട്ട്? അവിടെ യൂത്ത് ഒക്കെ ഉണ്ട്, നല്ല നല്ല ഒത്തിരി ആക്റ്റീവായിട്ടുള്ള ഇടവകളിലൊക്കെയാണ് യൂത്ത് ഉണ്ട്. പിന്നെ അവിടെ സ്കൗട്ട് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ നാട്ടിലെ സ്കൗട്ട് ഉണ്ടല്ലോ, സ്കൗട്ട് അത് യുവാക്കന്മാർ ഒരുമിച്ച് പള്ളികളിൽ അതിനുള്ള സൗകര്യം ഉണ്ടാവും. പിന്നെ ഗിയാസ് എന്നൊക്കെ പറയും. ഗിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിൻ്റെ, യങ് ലേഡീസ് ഗേൾസിൻ്റെ ഗ്രൂപ്പുകൾ, യങ് ബോയ്സിൻ്റെ ഗ്രൂപ്പുകൾ, അവർ ഇങ്ങനെ അവരുടെ ആക്ടിവിറ്റീസും ഉണ്ടാവും. അതിനോടനുബന്ധിച്ച് പള്ളിയിലെ കാര്യങ്ങളും അവർ സഹായിക്കും. അവർ അങ്ങനെ യൂത്തായിട്ട് അവിടെ ഉണ്ട്, പല പള്ളികളിലും സഹായിക്കുന്നവരുണ്ട്. അത് വലിയ ആക്റ്റീവായിട്ടുള്ള പള്ളികളൊക്കെ ആയിരിക്കും, അതിനുള്ള സൗകര്യമൊക്കെയുള്ള പള്ളികളിൽ. ഓക്കെ. ഞാൻ പണ്ടുണ്ടായിരുന്ന പള്ളിയിലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ രൂപതയിൽ ഇപ്പോൾ ഈ ബൊനസ് ഐറസിലില്ല. അതിനു മുമ്പുണ്ടായ പള്ളിയിൽ 500 മേൽ ചെറുപ്പക്കാരുണ്ടായതാണ് എൻ്റെ പള്ളിയിൽ. ഓക്കെ. മറ്റ് ഇടവക ജനങ്ങൾ എങ്ങനെയൊക്കെയാണ് വെച്ചാൽ ഇപ്പോൾ എത്ര പേര് അങ്ങനെ ഇടവക നമുക്ക് പറയാൻ പറ്റത്തില്ല എത്ര ഇടവക്കാരുണ്ടെന്ന്. എൻ്റെ പള്ളിയിൽ എനിക്ക് അറിയത്തില്ല, അങ്ങനെ പൊതുവെ ഇല്ല. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് അവർ പള്ളിയിൽ പോകുന്നു. ശരിക്കും അപ്പോൾ അതൊരു വിശ്വാസം വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ നാട്ടുകളെ പോലെയൊക്കെ വിശ്വാസ തീഷ്ണതയുള്ളൊരു ജനത്തെ വാർത്തെടുക്കാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം. അത്ര എളുപ്പമല്ല അച്ഛന്മാർക്ക് എല്ലാവർക്കും. അതൊരു ചലഞ്ചാണ്. പിന്നെ നമ്മുടെ അവിടെ ജനങ്ങൾ എപ്പോഴും പള്ളിയിൽ വരുന്നത് അവിടുത്തെ വികാരിയച്ഛൻ്റെ സ്വഭാവം, വികാരിയച്ഛൻ്റെ രീതി അനുസരിച്ചാണ്. സ്ട്രിക്റ്റായിട്ടുള്ള വികാരിയാണ്, ജനങ്ങളായിട്ട് വലിയ ഇതൊന്നും ഇല്ലാത്തതാണെങ്കിൽ അവർ ചിരിങ്ങ് വലിയും, പള്ളിയിൽ വരുന്നത് വലിയും. നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ള അച്ഛനാണ്, അവരെ കേൾക്കുന്ന ഒരു വൈദികനാണ്, അവരായിട്ട് നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ആളുകൾ പള്ളിയിൽ വരും, നമ്മൾ തേടി വരും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ അവരായിട്ട് നല്ല രീതിയിൽ റിലേഷൻ വേണം, നല്ല അവരെ കേൾക്കണം, അവർക്ക് ഇഷ്ടമുള്ള പള്ളികളിൽ പോവാം അല്ലേ? ആർക്ക് ഏത് പള്ളികളിലും പോവാം. ഈ ഞങ്ങളുടെ ഇടവക ഇതാണ്, ഇടവകയിൽ തന്നെ പോകണമെന്നില്ല, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ അവരുടെ മറ്റ് കൂദാശ കർമ്മങ്ങൾ, വിവാഹം, അതും വേണേ അവിടെ നടത്താം. വിവാഹം, മാമോദീസ ഏത് പള്ളി വേണം നടത്താം, ഏത് പള്ളിയിൽ നടത്താം. പക്ഷേ വിവാഹം നടത്താനായിട്ട് എങ്ങനെയാണ് അതിൻ്റെ? വിവാഹം നടത്തണമെങ്കിൽ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അവർ മാമോദീസ സ്വീകരിച്ച പള്ളിയിൽ നിന്ന് വിവാഹം കഴിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമാണ് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ ഏതെങ്കിലും പള്ളിയിൽ. അത് മസ്റ്റാണ്. അത് 6 മാസം വാലിഡേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ഒരു പ്രാവശ്യം കൊടുത്താൽ പിന്നെ കൊടുക്കാൻ പറ്റത്തില്ല. അത് മസ്റ്റ്. അതുണ്ടെങ്കിലാണ് വിവാഹത്തിനുള്ള പ്രോസസ്സ് തുടങ്ങത്തുള്ളൂ. ചുമ്മാ പോയി വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. അല്ല, എന്നാലും നമ്മുടെ നാട്ടിലേക്കാളും കുറച്ചും കൂടി ഈസി ആണെന്നുണ്ട്. കാരണം മാമോദിസ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വിവാഹം നടത്താം. അത് പറ്റും. പക്ഷേ അവിടെ കോഴ്സൊക്കെ ഉണ്ട്, ചെറിയ രീതിയിലുള്ള കോഴ്സൊക്കെ ഉള്ളൂ. ആ രീതിയിലാണ് പോകുന്നത്. അത്രേ ഉള്ളൂ. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ആയതിനു ശേഷം, ബ്യൂണസ് ഐറസിലെ ആർച്ച് ബിഷപ്പായിരുന്നു, കർദിനാളായതിനു ശേഷം മാർപ്പാപ്പയായി, അവരുടെ നാട്ടിൽ നിന്ന് ഒരു മാർപ്പാപ്പ വന്നു. അതിനുശേഷം എങ്ങനെയായിരുന്നു ആ നാട്ടിലെ വിശ്വാസം? ആളുകൾക്ക് ആദ്യമേ വലിയ താല്പര്യമായിരുന്നു. മാർപ്പാപ്പ നമ്മുടെ മാർപ്പാപ്പയാണല്ലോ, നമ്മുടെ നാട്ടുകാരനാണെന്ന് വലിയ ഒത്തിരി ഇതാണ്. പക്ഷേ ആദ്യമായിട്ടാണ് യൂറോപ്പിന് പുറത്തുനിന്ന് ഒരു മാർപ്പാപ്പ വരുന്നത്. അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമൊക്കെ തോന്നി. ആളുകൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്, മാർപ്പാപ്പ ഇതുവരെ ഞങ്ങളെ വന്ന് കണ്ടിട്ടില്ല എന്നുള്ളൊരു ചെറിയൊരു വിഷമം ഉണ്ടെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ആളുകൾ എന്നാലും അതിലങ്ങ് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയും അർജന്റീനയാണ് മാർപ്പാപ്പ എന്നുള്ള ഇതാണ്. അല്ലേ, അച്ഛനെ സംബന്ധിച്ചോളം അത് എത്രത്തോളം അച്ഛൻ്റെ ഈ യജമാന ശുശ്രൂഷയിലേക്ക്? അത് എപ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കും, നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ മാർപ്പാപ്പ വരുന്നില്ലോ നമ്മുടെ നാട്ടിൽ, എന്തുകൊണ്ട് വരുന്നില്ല എന്നൊക്കെ ചോദിക്കും ആളുകൾ. അത് ആളുകൾക്ക് നമുക്ക് എന്ത് മറുപടി കൊടുക്കാൻ പറ്റും ആളുകളോട്? അപ്പോൾ നമ്മൾ കാത്തിരിക്കാം, ഒരു ദിവസം വരും, അതിൽക്കുള്ള നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ രീതി എന്താണെന്ന് അറിയില്ല. അപ്പം ഒരു ദിവസം വരും. ഈ അവിടുത്തെ ആർച്ച് ബിഷപ്പായാലും മെത്രാന്മാരൊക്കെ ആയാലും എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം? അവർ ഭയങ്കര വെരി സിമ്പിൾ. ആർച്ച് ബിഷപ്പൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പള്ളിയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ആ സ്ഥൈലവനം കൊടുക്കാൻ വന്നിട്ടുണ്ട്. അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഒരു സിമ്പിൾ, നമ്മളോടൊക്കെ ഭയങ്കര ഇതാണ്, ഒത്തിരി ഒരു സിമ്പിളായിട്ടുള്ള മനുഷ്യരെല്ലാവരും. അവർ ബസ്സിലൊക്കെ ആയിരിക്കും കയറി വരുന്നത്,
കാറിലൊക്കെ വരുന്നവർ തീരെ കുറവാണ്. അവർ ബസ്സിലോ ട്രെയിനിലോ അല്ലെങ്കിൽ അവിടെയുള്ള വണ്ടി ഇതാണ്. ആർച്ച് ബിഷപ്പ് എൻ്റെ ആർച്ച് ബിഷപ്പ് വന്ന് ഒരു ചെറിയ ഒരു കാറിലാണ് വന്ന പുള്ളി. അന്നൊരു തിരിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളി ബസ്സിനൊക്കെ വരും. ബസ്സിന് വരും. അവരുടെ രീതി അങ്ങനെയാണ്. അതിപ്പോൾ ആരും അങ്ങനെ നമ്മുടെ പോലെ കൂടുതൽ ഓവറായിട്ട് അല്ലെങ്കിൽ അങ്ങനെ അതൊന്നുമില്ല. ഒരു ഇതില്ല, സ്വീകരണങ്ങളൊക്കെ ഒരു സ്വീകരണവും ഇല്ല. ആർച്ച് ബിഷപ്പ് വന്നപ്പോൾ ആൾക്കാർ പള്ളിയിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഓഫീസിലുണ്ടായി. പുള്ളി ഓഫീസിലോട്ട് വന്നു. ഒരുമിച്ച് ഞങ്ങൾ സാക്രിസ്റ്റി പോയി ഡ്രസ്സ് മാറിക്കഴിഞ്ഞ് പുള്ളി കാര്യങ്ങൾ നടത്തി. എന്നിട്ട് ഞാൻ കൊണ്ടുവന്നാക്കി. കാറ് അവിടെ കിടന്നേ തൊട്ടടുത്തുണ്ടായിരുന്നു കാറ്. അപ്പോൾ അവിടെ കൊണ്ടുവന്നാക്കി പുള്ളി പോയി ചായ കുടിച്ചു, അത്ര ഉള്ള. അല്ലാതെ ഒത്തിരി ആഘോഷങ്ങളൊന്നുമില്ല. നമ്മളെപ്പോലുള്ളൊരു വ്യക്തി പക്ഷേ വെരി സിമ്പിൾ. അതാണ് നമുക്ക് എപ്പോഴും അപ്രോച്ചബിൾ ആണ്. ഓക്കെ, ആവശ്യത്തിന് നേരിട്ട് ചെല്ലാം. നമ്മൾ കേൾക്കും, അത് വലിയ ഇതാണ്. ഓക്കെ, മറ്റൊരു വിഷയം വെച്ചാൽ ഇപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കയിലും ഇപ്പോൾ അർജൻറ്റീനയൊക്കെ ആയാലും ഒരുപാട് യുവജനങ്ങൾ ഈ ലഹരിക്ക് അടിമയായി പോകും. അത് ലഹരി ഇപ്പം ലാറ്റിൻ അമേരിക്കയിൽ ഒത്തിരി ചെറുപ്പക്കാർ പൊതുവേ ലഹരിക്ക് അടിമയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ. അവിടെ കുറച്ച് അവിടെ നിന്ന് മറ്റ് നമ്മൾ വിദേശ നാടുകളിൽ നിന്നുള്ള ഒരു കടമെടുക്കാണ് നമ്മുടെ. അതാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവജനങ്ങൾ അവർ ഒരു പ്രത്യേക രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിത സ്റ്റൈലും ഒത്തിരി പ്രശ്നങ്ങളിലൂടെ അത് ലോകത്ത് തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ ഈ ഡ്രഗ്സ്. അതിന് അവർ ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ പല രീതിയിലൊക്കെ അത് കടന്നു വരുന്നു. സഭ അതിനെതിരെ ഒത്തിരി ഇതുണ്ട്. പക്ഷെ നമ്മൾ അവരോട്, അങ്ങനെയുള്ളവരോട് നമ്മൾ ചെയ്യുന്ന രീതി സൂക്ഷിച്ച് വേണം. കാരണം ഇത് വിൽപ്പനയാണല്ലോ, ഇതൊരു ബിസിനസ്സാണല്ലോ. അപ്പോൾ അവരോട് നമ്മൾ നിയമപരമാണ് അവിടെ. നിയമമൊന്നുമല്ല, നിയമപരമൊന്നുമല്ലല്ലോ. പക്ഷേ അല്ലാത്ത രീതിയിൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരച്ഛനവിടെ അങ്ങനെ ഇതുണ്ടായിട്ട് അച്ഛനെതിരെ ആളുകൾ ഇത് വിൽപ്പന നടത്തുന്ന ആളുകൾ അച്ഛനെതിരെ തിരിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഈ മേഖല അത്ര എളുപ്പമല്ല ഈ മേഖലയിൽ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു. അതിന് നല്ല രീതിയിലായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? അതൊക്കെ കൊടുക്കും. പക്ഷേ അവിടുത്തെ കൾച്ചർ ഒരിക്കലും നമുക്കൊന്നും, അവരുടെ രീതി അങ്ങനെയാണ്. ഈ അച്ഛൻ എന്തുകൊണ്ടാണ് മിഷൻ തിരഞ്ഞെടുത്തത്? മിഷൻ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾ എവിടെയൊക്കെ വിടുന്നു അങ്ങോട്ട് പോവുക. എന്നോട് എൻ്റെ അധികാരികൾ ചോദിച്ചു ആഫ്രിക്കയിൽ പോകുന്നതിന് മുമ്പ് പോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോക്കളാന്ന് പറഞ്ഞു. നമ്മൾ നോ പറയില്ല, ഞാൻ പറയും. അവിടെ ചെന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കിഷ്ടമായിരുന്നു ആഫ്രിക്കയിൽ പോയപ്പോൾ. ഇപ്പോൾ അർജൻറ്റീനയിൽ പോയപ്പോൾ എന്നോട് ചോദിച്ചു പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. നോ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവാണ്. അപ്പോൾ അതിന് വരെ പറഞ്ഞാൽ നമ്മൾ പോയി നോക്കിയിട്ട് നമുക്ക് ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് പറയാമല്ലോ. പക്ഷെ നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മൾ അവരുമായിട്ട് അനുഭവപ്പെടണം. ആ രാജ്യത്തിലുള്ള വ്യക്തികളായിട്ട്, ആ സ്ഥലമായിട്ട്, ആ കൾച്ചറായിട്ട്. നമ്മുടെ കൾച്ചറും കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മിഷൻ പ്രവർത്തനം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ രീതിയിൽ നമ്മൾ മിഷൻ പ്രവർത്തിക്കും. എളുപ്പമല്ല, ചലഞ്ചാണ്. ഈ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇപ്പം നമ്മുടെ ഭാരതത്തിലെ സഭയിലായാലും കേരളത്തിലെ സഭയിലായാലും മിഷൻ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ മിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് രാജ്യത്തിന് പുറത്തേക്ക് പോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ എല്ലാ വൈദികരും ആ ഒരു മേഖലയിലേക്ക് കൂടി ചെയ്യണമെന്ന് അതിനോട് ഞാൻ, കാരണം ഇന്ന് ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഒരു ചേട്ടൻ എന്നോട് സംസാരിച്ചതാണ്. ചേട്ടൻ പറഞ്ഞു നമ്മുടെ അച്ഛന്മാരോടൊക്കെ പറയണം കുറച്ച് നാളെങ്കിലും മിഷനിൽ പോയി ജോലി ചെയ്യുക. ആ അനുഭവം അറിയണം. ഇവിടുത്തെ മാത്രമല്ലോ, അതൊരു പ്രത്യേക അനുഭവമാണ്. ചലഞ്ചിങ് ആണ്. ഒരു ഇടവക വികാരി ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ കുറച്ച് ആൾ ഒന്ന് മിഷൻ എക്സ്പീരിയൻസ് അറിയണം, നല്ലതാണ്. ഇവിടെ സുഖമാണ്, വൈദികർക്ക് ചലഞ്ചിങ് ഒന്നും അധികമൊന്നുമില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം, നമ്മളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പം എൻ്റെ പള്ളിയിൽ ഇപ്പോൾ എനിക്ക് സെക്രട്ടറി ഇല്ല, എൻ്റെ പള്ളിയിൽ എനിക്ക് സാക്രിസ്ത്യാനില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. കപ്പ്യാരൊന്നുമില്ല. അപ്പം ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാം തന്നെ ഞാൻ തന്നെ ചെയ്യണം. പള്ളി തുറക്കണത് ഞാൻ തന്നെയാണ്, പള്ളി അടക്കണത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ അത് ചെയ്യാനുള്ള മനസ്ഥിതി വേണം. ചുമ്മാ ഒരാൾ മിഷന് പോകാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ. അത് ആ സ്ഥലത്ത് അവരായിട്ട് നമ്മൾ ഇടപഴകി ജീവിക്കാൻ ശ്രമിക്കണം. എന്നാലേ നമ്മൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതാവും അല്ലേ. ഈ മിഷൻ പ്രവർത്തനത്തെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് അച്ഛനപ്പോൾ? അല്ല, മിഷൻ പ്രവർത്തനത്തിൻ്റെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതല്ല. നമ്മൾ ഒരു രാജ്യത്ത് പല സ്ഥലത്ത് പോകുമ്പോൾ പല കാര്യങ്ങൾ പഠിക്കുന്നു.
പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു, പല കൾച്ചർ. ഇപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ അർജൻറ്റീനയിൽ പോകുന്നു, ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ ആഫ്രിക്കയിൽ പോകുന്നു, ഇറ്റലിയിൽ പോകുന്നു. പക്ഷേ അവിടെയെല്ലാം നമ്മൾ പോയി. അതുകൊണ്ട് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, പല ഭാഷ പഠിക്കാൻ പറ്റി, പല കൾച്ചർ പഠിക്കാൻ പറ്റി, പല മനുഷ്യരെ കാണാൻ പറ്റി. അവിടെ നമ്മൾ വളരും. അതൊക്കെയാണ് നമുക്ക്. ഈ അർജൻറ്റീനയിൽ ഫുട്ബോളുമായിട്ട് അല്ലേ എല്ലാവരും എനിക്ക് ജനിച്ചു വീഴുന്ന ഓരോരുത്തരും ഫുട്ബോളായിട്ട്, കുഞ്ഞു കൊച്ചുങ്ങൾ വരെ ഫുട്ബോൾ രക്തത്തിലല്ലേ. അവർ മെസ്സി എല്ലാവർക്കും മെസ്സി ആവണം. അർജന്റീനയിൽ തന്നെയാണ്. അതാണ് മെസ്സി എന്നുള്ള ചിന്ത കൊണ്ടാണ്. അത് ചെറുപ്പക്കാർ മുതൽ പ്രായം ചെന്നവർക്ക് വരെ. കേരളത്തിലും ഭൂരിപക്ഷം അതാണല്ലോ. പിന്നെ അവരുടെ രീതി, അവർക്ക് ഫുട്ബോൾ അവരുടെ രക്തത്തിൻ്റെ ഭാഗമാണ്. ഫുട്ബോൾ ഇല്ലാത്തൊരു പരിപാടി ഇല്ല. അത് എങ്ങനെയാണ് അച്ഛനിപ്പോൾ ഈ വിശ്വാസ പ്രഘോഷണ മേഖലയിലായാലും ഈ ഒരു കുദാശയിലും ഈ ഫുട്ബോളും വിശ്വാസ ജീവിതമൊക്കെ കൂടി അവരെങ്ങനെ കൊണ്ടുപോകുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെറുപ്പക്കാരെയൊക്കെ പള്ളിയിലോട്ട് അടുപ്പിക്കാൻ പറ്റിയ ഒരു ഇതാണ് ഫുട്ബോൾ വഴി. അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അതുവഴി അപ്പം നമ്മൾ കുർബാനയ്ക്ക് മുമ്പ് 1 മണിക്കൂർ പിള്ളേരോട് നമുക്ക് കളിക്കാം. പിള്ളേരെ കൊണ്ടുവന്ന് കളിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവരോട് പള്ളിയിലോട്ട് വരാൻ പറഞ്ഞാൽ അവർ പള്ളിയിലോട്ട് വരും. അല്ലെങ്കിൽ കുർബാന കഴിഞ്ഞിട്ട് കളി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വരും. മനസ്സിലാവും. അപ്പോൾ ഇതൊരു ഇതാണ് എന്തുട്ടാ, അതിനൊരു അതിൻ്റെ വാക്ക് എനിക്ക് കിട്ടുന്നില്ല. അത് അങ്ങനെ പിള്ളേരെ നമുക്ക് അടുപ്പിക്കാൻ പറ്റും. അങ്ങനെ വരുന്നവരുണ്ട് ഇഷ്ടം പോലെ പള്ളിയിൽ. അത് സ്കൗട്ടും അതുപോലെയുള്ള അവർക്ക് ഇതുപോലെ രീതികളുണ്ട്. അങ്ങനെയാണ് പിള്ളേർ പള്ളിയിൽ വരും. നമ്മൾ അങ്ങനെ കൊണ്ടുവരണം. അല്ലാതെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുകയാണല്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതമാണ്. ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് അച്ഛൻ അവിടെ ഉണ്ട്. ഞാനവിടെ ഉണ്ട്. എങ്ങനെയായിരുന്നു അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. അച്ഛനത് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അച്ഛൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് ഫുട്ബോളിൽ വേൾഡ് കപ്പ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവർ കരയല്ല. ആളുകൾ സന്തോഷത്തിൽ കരയായിരുന്നു. ആളുകൾ സന്തോഷം കൊണ്ട് കരയുന്ന എല്ലാവരും, അതായത് പ്രായഭേദം, അത് കുഞ്ഞു അങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ട്. കുഞ്ഞു കൊച്ചുങ്ങൾ വരെ പ്രായം ചെയ്യുന്നവരെ എല്ലാവരും. ഫുട്ബോൾ അവരുടെ ജീവിതമാണ്. എല്ലാ ദിവസവും അവർ കളിക്കാൻ പോകും. അതൊരു രീതിയാണ്. അത് ലാറ്റിൻ അമേരിക്കയിൽ പൊതുവെ ഉണ്ട്. അതായത് മറ്റൊരു കാര്യം വെച്ചാൽ അവിടെ അച്ഛന് ഈ അർജന്റീനയിൽ അച്ഛൻ സേവനം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ആഫ്രിക്കയിലോ അച്ഛൻ്റെ ജീവിതത്തിൽ ഇന്ന് വരേണ്ട ഏറ്റവും അവിസ്മരണീയമായൊരു നിമിഷം എന്തായിരുന്നു ഈ ഒരു മിഷൻ മേഖലയിൽ? എനിക്ക് ഒത്തിരിയേറെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മനുഷ്യരൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ്. നമ്മളെ അവർക്ക് ആവശ്യമുണ്ടെന്നൊക്കെ തോന്നും. അതാണല്ലോ നമുക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് നമ്മളെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ആവശ്യം എന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ സേവനം അവർക്ക് ആവശ്യമുണ്ട്. അതൊക്കെയാണല്ലോ നമുക്ക് നമ്മൾ റെസ്പെക്റ്റ് ആണ് അവിടെ ചെല്ലുമ്പോൾ. അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് പിന്നെ എനിക്ക് ഒരിക്കലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എപ്പോഴും പോസിറ്റീവായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് കണ്ടിരുന്നു? ഞാൻ റോമിൽ വെച്ച് കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം. ഈ അർജന്റീനയിൽ സേവനം ചെയ്യുന്ന സമയത്ത് തന്നെയായിരുന്നു? അല്ല അതിന് മുമ്പ്. അപ്പോൾ ഈ അർജന്റീന സേവനം ചെയ്യുന്ന ശേഷം അച്ഛൻ കണ്ടിട്ടില്ല അല്ലേ? ഇല്ല. കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണാൻ പോകും. എൻ്റെ രൂപതയിലല്ലേ. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും മാർപ്പാപ്പയോട് പറയാനുള്ളത്? പറയാനുള്ളത് നമ്മൾ അല്ല, അതായത് പോപ്പിന്റെ അതിരൂപതയിൽ സേവനം ചെയ്യുന്ന ഒരു വികാരി എന്ന നിലയിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ സാധിക്കുമ്പോഴൊക്കെ വിസിറ്റ് ചെയ്യുക. നമ്മുടെ ജനങ്ങളല്ലേ, നമ്മുടെ അവിടുത്തെ ജനങ്ങൾ ഈ പറഞ്ഞ ഒരു പരിഭവം ഫ്രാൻസിസ് പറയും. അത് ഷുവറാണ്. പിന്നെ അതെന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുക, അതാണല്ലോ ഏറ്റവും ആവശ്യം. മാർപ്പാപ്പ എന്ന് പറഞ്ഞ പിതാവാണ്. പിതാവ് ചേർത്ത് പിടിക്കുക, എല്ലാവരും ചേർത്ത് പിടിക്കണം. അപ്പോൾ അത് എപ്പോഴും ആവശ്യമാണ്. അത് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. മറ്റൊരു വിഷയം, ഇപ്പോൾ നമ്മുടെ യുവജനങ്ങൾ ഇന്നിപ്പോൾ ദൈവവിളി വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ എല്ലാ മേഖലയിലും പല രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ യുവജനങ്ങളോട് അച്ഛന് പറയാനുള്ളത്? യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവവിളി നമ്മൾ ഇത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ വിളിക്കും. അത് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വിളി മനസ്സിലാക്കാം. ഞാനറിയുന്നതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ പഠിച്ച എൻ്റെ ഇടവകയിൽ, പഴയ ഇടവകയിലെ ഒരു പയ്യൻ, അവൻ ഡോക്ടറായിട്ട് പഠിച്ച് അവന് അവൻ്റെ ഡോക്ടറേറ്റ് കിട്ടുന്നതിന് മുമ്പേ അവൻ സെമിനാരി ചേരാൻ ആദ്യമേ എന്നോടൊന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ സെമിനാരി പോകാൻ ആഗ്രഹിക്കേണ്ടത്. എന്നിട്ട് അവൻ ആ സെമിനാരി ചേർന്ന് ഇപ്പോൾ 2nd ഇയർ 3rd ഇയർ ഫിലോസഫിയാണ്. അവൻ ഡോക്ടറാണ്, പക്ഷേ സെമിനാരി ഇപ്പോൾ ചേരുകയും ചെയ്തു. അപ്പം ചെറുപ്പക്കാർക്ക് അതൊരു
ഒരു ഇൻസ്പിറേഷൻ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇന്നത്തെ യുവാക്കന്മാർക്ക് അവരോട് പറയാനുള്ളത്, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്, നിങ്ങളുടെ സേവനം ആവശ്യമുണ്ട്. നിങ്ങൾ എവിടെയായിരിക്കും എന്നാലും അവിടെ ദൈവത്തിനോട് സേവനം ചെയ്യുക. ദൈവം ഓരോ നിമിഷങ്ങളിലാണ് ഓരോരുത്തരെ വിളിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല എപ്പോൾ വിളിക്കും, എങ്ങനെ വിളിക്കുന്നു. നമ്മൾ ഒരു സമയത്ത് ദൈവം നമ്മൾ വിളിക്കും. അപ്പോൾ പക്ഷെ ഒരുങ്ങിയിരിക്കുക. പക്ഷെ അതിന് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കണം. ദൈവവിളി പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒത്തിരി അവിടെ അർജൻറ്റീനയിലുണ്ട്. ഒത്തിരി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അച്ഛന്മാരുണ്ട് അവിടെ, അച്ഛന്മാരൊക്കെ ഇഷ്ടം പോലെയുണ്ട്. എൻ്റെ രൂപതയിൽ ഒക്കെ ബോനസ് ആയർസിലൊക്കെ അച്ഛന്മാരുണ്ട്. പിന്നെ ഈ മിഷനിലേക്ക് കൂടുതൽ വൈദികർ ഇനിയും വേണം അല്ലേ? മിഷനിൽ അവിടെ നല്ല ഏരിയയാണ്, മിഷൻ വർക്ക് ചെയ്യാൻ പറ്റിയ ഏരിയയാണ് ലാറ്റിൻ അമേരിക്ക. ഭാഷ ഒരു പ്രശ്നമാണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത്, അവർക്കിപ്പം നമുക്ക് ഇച്ചിരി ഭാഷ കുറവാണെങ്കിലും അവരെ സ്നേഹിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ നിന്നാൽ അത് മതി അവർക്ക്. ഭാഷയിലേക്കും പ്രധാനപ്പെട്ട് അവരെ കൂടി ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രസൻസ് എപ്പോഴും ആവശ്യമാണ്, ഏത് മേഖലയിലായാലും. അവിടെ പള്ളികളിൽ അപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാൻ അവരുടെ എല്ലാ പരിപാടികൾക്കും പോകും. എന്ത് പരിപാടി എല്ലാ കൂടെ ഉണ്ടാവണം. ഇപ്പോൾ ക്രിബ് ഉണ്ടാക്കുമ്പോൾ നമ്മളവിടെ കൂടെ നിൽക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കൂടെ നിന്നാൽ മതി. ഓക്കെ, അത് വേണം പ്രസൻസ്. അപ്പോൾ അവർ വരും. ഓക്കെ, എന്തായാലും ഇത്ര നേരം ബ്യൂണസ് ആയർസ് അതിരൂപതയും അർജൻറ്റീനയിലെയും പിന്നെ അച്ഛൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ഒരു മിഷൻ പ്രവർത്തന മേഖലയിൽ അച്ഛൻ്റെ പ്രവർത്തനവും അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങളോടൊപ്പം അതോടൊപ്പം ഗുഡ്നസ് ടി.വിയുടെ പ്രേക്ഷകരോടും അച്ഛൻ പങ്കുവച്ചു. ഇത്ര നേരം ഞങ്ങളോടൊപ്പം അച്ഛൻ ചിലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഒത്തിരി സന്തോഷം. താങ്ക് യു. അച്ഛൻ്റെ ഇനിയുള്ള എല്ലാ പ്രവർത്തന മേഖലകളിലും മിഷൻ മേഖലകളിലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനും ഗുഡ് ന്യൂസ് ടി.വിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാം നന്നായിട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു.